നന്മയെ സുവിശേഷിക്കാൻ. പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ്. യെശയ്യാ 52 തന്നെയാണ്. ഈ ദിവസങ്ങളിലെല്ലാം 52, 53 യെശയ്യാവ് ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് ഡീറ്റെയിൽഡായിട്ട് 52, 53 എടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് കർത്താവിനെന്തോ നന്മ ചെയ്യാൻ സമയമായി. പലപ്പോഴും ദൈവം നമ്മളെ കൊണ്ട് ഒരേ കാര്യം പല പ്രാവശ്യം വായിപ്പിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ സമയമായി ജാഗ്രതയോടിരിക്കണം. അപ്പോൾ ഈ റോൾ കോൾ പോലെയാണ് കോടതികളിൽ. ഞാൻ വക്കീലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. രാവിലെ കോർട്ട് തുറക്കുന്നുണ്ട്. ഇപ്പോൾ 11 ഹൈക്കോർട്ടിലൊക്കെ തുറക്കുന്നുണ്ട്. ആകുമ്പോഴത്തേക്ക് 11 ആകും. 10 ചിലപ്പം 10 മണിക്ക് റോൾ കോള്. നമ്മുടെ സിവിൽ കേസിനും ക്രിമിനൽ കേസിനും റോൾ കോളുണ്ട്. കേസ് വിളിക്കുമ്പം നമ്മുടെ ഏത് ക്ലയൻസിൻ്റെ കേസാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ നമ്മൾ വക്കീലന്മാരതിനകത്ത് ആ കോടതിയിൽ പ്രസൻ്റ് ആയിരിക്കണം. നമ്മൾ ആ ടൈമിൽ അവിടെ റിപ്രസെൻറ്റ് ചെയ്തില്ല എങ്കിൽ കേസ് തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണ് ആത്മീക ഗോളത്തിലും. നമ്മളെ ദൈവം ഒരു കാര്യം വലുതായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ സമയമാകുമ്പം നമ്മൾ ആ റോൾ കോളിന് എപ്പോഴാണ് എൻ്റെ പേര് വിളിക്കുന്നതെന്നും പറഞ്ഞ് നോക്കിയിരിക്കണം. അത് വളരെ ജാഗ്രതയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ബെഥസ്ത കുളത്തിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ഏകദേശം 38 വർഷത്തോളം തളർവാദം പിടിച്ചിട്ട് കരയ്ക്ക് കിടക്കുന്ന ഒരു മനുഷ്യൻ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം വന്ന് കലക്കും ദൂതൻ. ഇടയ്ക്ക് വെള്ളം കലക്കുമ്പോൾ ആദ്യ വെള്ളത്തിൽ ചാടുന്നവൻ ആരാണോ അവന് സൗഖ്യം കിട്ടും. പഴയ നിയമത്തിൻ്റെ നിയമമാണത്, പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. എങ്കിലും ഈ ഒരു മനുഷ്യൻ 38 വർഷം, ഈ TD ജെയ്ക്സ് ഒക്കെ പ്രസംഗിക്കുമ്പം പറയും, 38 വർഷം ആ മനുഷ്യൻ എന്നാ തളർവാദി ആയിരുന്നെങ്കിലും ഉരുണ്ടെങ്കിലും അതിൻ്റെ അടുക്ക വന്ന് നിന്നിരുന്നെങ്കിൽ ദൂതൻ വരുമ്പോൾ തന്നെത്താനെ അതിനകത്ത് വീണുപോയതിനെയും വരുന്നു. ഞാനും വിശ്വസിക്കുന്നു, നമ്മുടെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം നമ്മുടെ മക്കളുടെ ആവശ്യത്തിന് വേണ്ടി റോൾ കോൾ എടുക്കുമ്പോൾ നിങ്ങളവിടെ ഉണ്ടായിരിക്കണം. ഞാൻ വചനം അയക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, പക്ഷെ നിങ്ങളാണ് ആക്ഷൻ എടുക്കേണ്ടത്. വചനം ഇതാണ്, സുവാർത്താ ദൂത്, നമ്മുടെ ദൈവത്തിൻ്റെ നല്ല ദൂത്. ഈ പുതിയ നിയമത്തിൽ വെള്ളം ആരും കലക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മേലുള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഇട്ടേച്ചു പോകത്തില്ല. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വരും, ക്രിയ ചെയ്യും, തിരിച്ചു പോകും. അങ്ങനെയാണല്ലോ സാംസനൊക്കെ സാധാരണ ഒരു മനുഷ്യനായിരുന്നു. സാംസണിൽ വീരപ്രവൃത്തി ചെയ്യേണ്ടിയപ്പം ഒരു വലിയ ശക്തി വന്നിട്ട് വലിയ കാര്യങ്ങൾ ചെയ്തേച്ചു പോകും. അപ്പോൾ ആളുകൾ ചോദിക്കും, ഈ സാധാരണ ഈ മനുഷ്യനെ എവിടുന്നാണ് ഈ ശക്തി വരുന്നതെന്ന്. അങ്ങനെ ആ ഒരു ശക്തി ആ ടൈമിൽ പരിശുദ്ധാത്മ വന്നിട്ട് ചെയ്തിട്ട് പോവുകയാണ്. ചില ആക്സിഡൻറ്റ് വരുമ്പം മക്കൾ കാറിൻ്റെ അടിയിൽ കിടക്കാന്നിരിക്കും, ആരും സഹായിക്കാൻ അമ്മമാർ തന്നെ കാറ് പിടിച്ച് പൊക്കി കുഞ്ഞുങ്ങളെ മാറ്റുന്നതായിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ട്. എവിടുന്ന് ആ ബലം വന്നു? ഒരു പുതിയ ബലം അവരുടെ മേലോട്ട് വരും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേലോട്ട് വരുമ്പം ആ ക്രിയ ചെയ്യാനുള്ള ശക്തി ദൈവം ഇട്ടുതരും. അതാണ് ഇന്നത്തെ സുവാർത്താ ദൂത്. ഞാനത് എടുത്തിട്ട് 52:7 തൊട്ടുള്ള സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതൻ്റെ കാല് പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. കണ്ടോ, സുവാർത്താ ദൂത് പറയുന്നവൻ്റെ കാലുകൾ എത്ര മനോഹരമെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഐ റിമെമ്പർ ഒരു ഡെറിക് പ്രിൻസ് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പ്രസംഗം പറഞ്ഞപ്പം പറയുന്നുണ്ട്, ഒരു മനുഷ്യന് അയാളുടെ ഭാര്യ നല്ല സുന്ദരിയാണ്, പക്ഷെ അവരുടെ കാല് അനങ്ങത്തില്ല. വാദം പിടിച്ചിട്ട് അനങ്ങാൻ വയ്യാതെ ഇരിക്കുന്ന ഈ കാല് കുറേ നാളയാൾ പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടന്നില്ല. അവസാനം ദൈവം ഒരു ദിവസം പറഞ്ഞു, ഈ കാലെടുത്തിട്ട് നീ അനുഗ്രഹിക്കാൻ പറഞ്ഞു. ഇത് സുവാർത്താ ദൂതിൻ്റെ കാലാണ്, ദൈവം മനോഹരമായി സൃഷ്ടിച്ച കാലാണ്. ഈ കാലുകൾ വെച്ച് ഇവൾ നടക്കുന്നത് ഞാൻ കാണും, ദൈവത്തിന് വേണ്ടി ഇവൾ ഓടുന്നത് നടക്കും. അങ്ങനെ ഈ മനുഷ്യൻ എപ്പോഴും അവളുടെ കാലിനെ അങ്ങോട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാച്ചുറലായിട്ട് അവൾക്ക് കാലിന് സൗഖ്യം വന്ന് പിന്നെ അവൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയിന്ന് സംഭവിക്കും. നമ്മൾ ഏതൊരു ബലഹീന ക്യാരക്ടർ നമ്മളുണ്ടോ അതിനെ ദൈവം മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിലാക്കിയെടുക്കുക. ഈ തരിശ് ഭൂമി അനുഗ്രഹമാക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം. നമ്മുടെ കുറച്ച് ലാൻഡുകൾ ചുമ്മാതെ കിടന്നെടുത്ത് ദിനം പ്രതി
പ്രതി കർത്താവ് പറയാൻ പറഞ്ഞു. ദൈവം അനുഗ്രഹിച്ച ഭൂമി, ദൈവം തന്ന ഭൂമി, വിശുദ്ധ ഭൂമി, ദൈവദൂതന്മാർ കയറി ഇറങ്ങുന്ന ഭൂമി, ദൈവത്തിൻ്റെ വിത്തിടുന്ന ഭൂമി, ദൈവം അങ്ങനെ നമ്മൾ വിളവെടുക്കാൻ ദൈവം അനുവദിച്ചു. എന്നാൽ എനിക്ക് അതുകൊണ്ടുണ്ടായ ഒരു പ്രത്യേക അനുഗ്രഹം, മനുഷ്യരുടെ ഹൃദയവും ഒരു വയലാണ്. നമ്മുടെ മക്കളുടെ ഹൃദയം ഒരു വയലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം, ദൈവമേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയം ഒരു വയലാണ്, ദൈവം തന്ന ഭൂമിയാണത്, അനുഗ്രഹ ഭൂമിയാണ്, വിശുദ്ധ ഭൂമിയാണ്, ദൈവദൂതന്മാർ കയറിയിറങ്ങുന്ന ഭൂമിയാണ്, ദൈവത്തിൻ്റെ വിത്ത് മാത്രം കിളുക്കുന്ന ഭൂമിയാണ്, ദൈവം വേലികെട്ടിയിരിക്കുന്ന ഭൂമിയാണ്, വിളവെടുക്കാൻ പറ്റിയ ഭൂമിയാണ്, വിളവെടുക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു നോക്കിക്കേ, ഏത് ബുദ്ധിയില്ലാത്തവനും ബുദ്ധി വരും. ഞാൻ പറയുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഒരാൾ വന്നേച്ച് അവർ പറയുമായിരുന്നു, മോൾക്ക് ഇച്ചിരി പഠിക്കാൻ ഒരു ചെറിയ പ്രയാസം പോലെ തോന്നി. ഇപ്പോൾ ഞാനൊരു പ്രാവശ്യം ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചേച്ച് അവർ തിരിച്ചു പോകുന്നതിന് മുമ്പ്, ഹസ്ബൻഡിൻ്റെ അടുക്ക പുറത്ത് തിരിച്ചു പോകുന്നതിന് മുമ്പ് എൻ്റെ അടുക്ക് വന്നേച്ച് പറഞ്ഞു, അന്ന് ആൻറ്റി 2 വർഷം മുമ്പ് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം തൊട്ട് നല്ല വ്യത്യാസം കാണുന്നു. നമ്മളൊന്നും ചെയ്യും, ദൈവത്തിൻ്റെ സുവാർത്ത ദൂത് കൊടുക്കുക. വചനം പറയുമ്പോൾ അതിന്മേൽ അതിശയം നടക്കണം. കാരണം 31-ാം അധ്യായത്തിൽ ദൈവം പറയുന്നത്, അവൻ പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിച്ചു. കൈ കൊണ്ടുണ്ടാക്കിയത് മനുഷ്യനെ മാത്രം, കൈ ഉപയോഗിക്കുന്നില്ല. ദ സൗണ്ട് ഹാസ് ഗോട്ട് ഇഫക്റ്റീവ് പവർ ടു ക്രിയേറ്റ് തിങ്സ് ഓൺ ദിസ് എർത്ത്. നമ്മുടെ മനസ്സിൽ തന്നെ എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞാണ്, എൻ്റെ കുഞ്ഞ് മിടുക്കനായിട്ട് ജോലി ചെയ്യും, അവനെ ഇന്ന് വരെ ഉപദ്രവിച്ച അവൻ്റെ മേലിരിക്കുന്ന ചങ്ങലകൾ ഇതാ അഴിഞ്ഞു പോകുന്നു. ഇങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ അത് അഴിഞ്ഞ് താഴോട്ട് പോകും. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ വിളിച്ചു പറയുന്നത്. എത്ര വലിയ ചങ്ങലയിട്ട് പൂട്ടി വെച്ചിരിക്കുന്നവനും ഒരു അമ്മയോ അപ്പനോ ശക്തമായിട്ട് പ്രവർത്തിക്കാനുണ്ടേ എങ്കിൽ അവരുടെ മുമ്പിലുള്ള ഈ ചങ്ങലകളെ ചെതലെങ്ങനെ പോകും താഴോട്ട്, അതുപോലെ മാറിപ്പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മീയ ഗോളത്തിൽ ഞാൻ കണ്ട വ്യക്തിയാണ്. നിങ്ങളോട് അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ അവിടെ ഇവിടെയും ഇന്ന ആളെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം, ഇന്ന ആളെ കാണിക്കണം, അതിനൊക്കെ എത്ര നേരം എത്ര വ്യഗ്രതയോടെ നമ്മൾ ചെയ്യും. കർത്താവ് പറയാണ്, നീ എൻ്റെ വചനമെടുക്ക, ഈ വചനത്തിന് ഗുളികയുടെ മരുന്നിൻ്റെ ദൈവത്തിൻ്റെ ജീവനുണ്ട്, ക്രിയേഷൻ്റെ പവർ ഈ വചനത്തിനകത്തുണ്ട്. ഒന്നും കൂടി ആ വചനം വായിക്കുകയാണ്, 52:7. സമാധാനത്തെ ഘോഷിച്ച് സമാധാനം പറഞ്ഞു കൊടുക്കുക. എവിടെ സമാധാനമുണ്ടോ അവിടെ സന്തോഷമുണ്ട്. ഈ സമാധാനം ഇല്ലാത്തതെന്ന് പറയുമ്പോൾ അത് ഇച്ചിരി അറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ സമാധാനം, എത്ര ധൈര്യമുള്ളവരും ആരെങ്കിലും നമുക്കെതിരായിട്ട് അഴുക്ക് ചിന്തിച്ച് നമുക്ക് വേണ്ടി അഴുക്ക് ചിന്തിക്കുകയോ പറയുകയോ ഉണ്ടെന്ന് വിചാരിക്കുക. സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം. വളരെ സമാധാനമായിട്ടിരിക്കുന്ന അറ്റ്മോസ്ഫിയർ നമുക്ക് പെട്ടെന്ന് പേടി വരും. ചെറിയ ശബ്ദം കേട്ട് നമ്മൾ പേടിക്കാൻ തോന്നും. അതിൻ്റെ അർത്ഥം എന്തുവാ? എവിടെയോ നമ്മളെ ഭയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മാവിനെ ഹനിക്കുന്നത് ആരോ പറഞ്ഞിട്ടുണ്ട്. അന്നേരം അലേർട്ടായിട്ട് പ്രാർത്ഥിക്കണം, മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തീയിറക്കി കരിച്ചു കളയുന്നു എന്ന് പറയാനുള്ള ധൈര്യം എഴുന്നേക്കിത് പറയണം. കർത്താവ് പറയുന്നത് സുവാർത്ത ദൂത, എൻ്റെ ഭവനം, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കളെ, അല്ലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവശക്തി അല്ലാതെ ഏതെങ്കിലും ശക്തി ഉണ്ടേ എങ്കിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പറയാനുള്ള ശക്തി വരണം. കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു മോള് വിളിച്ചേച്ച് പറഞ്ഞു, അവരുടെ വീട്ടിന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു കാക്കയല്ല, ഒരു ചെറിയ പക്ഷി വന്നിട്ട് ഒരേ ശല്യം. എത്ര പറഞ്ഞിട്ടും എത്ര കാണിച്ചിട്ടും പേടിപ്പിച്ചിട്ടും അത് പോകുന്നില്ല. ഞാൻ പറഞ്ഞു, ശക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം എടുത്ത് പ്രാർത്ഥിക്കൂട്ടി, എന്നിട്ട് വചനം അല്പം വെള്ളമെടുത്ത് വാഴ്ത്തിയിട്ട് വീടിന് ചുറ്റും ശുദ്ധീകരിക്കും. നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുന്ന സ്ഥലമാണെന്ന്. എന്നിട്ട് പിറ്റേ ദിവസം നിന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറി, ദൈവം തമ്പുരാൻ മാറ്റിക്കൊടുത്തു. പക്ഷേ വിശ്വാസ വീരന്മാരായിട്ട് നിൽക്കുമ്പോൾ വചനത്തിന് ശക്തിയുണ്ടെന്നും നമ്മുടെ അറ്റ്മോസ്ഫിയറിനകത്ത് ദൈവീക ശക്തി ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചുറ്റുപാട് നോക്കി അറിയാം. സമാധാനമില്ല എങ്കിൽ എവിടെയോ വിടവ് വന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നീ പ്രവചനം അല്ലെങ്കിൽ നീ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ നീ സുവാർത്ത ദൂത് കൊടുക്കുമ്പോൾ സമാധാനത്തിൻ്റെതായിരിക്കണം. സമാധാനത്തിനെ ഘോഷിക്കണം, നന്മയെ സുവിശേഷിക്കണം. അയ്യോ അതുവരെ ഇതുവരെ പേടിപ്പിക്കുന്ന സുവിശേഷം അല്ല. ഈ ദൈവം നല്ലവനാണ്. രക്ഷയെ പ്രസിദ്ധമാക്കുക. ഏറ്റവും വലിയ പ്രസംഗം രക്ഷയെക്കുറിച്ചാണ്. ഈ ഒത്തിരി എൻ്റെ കാര്യം നേടണമെന്ന് പറയുന്നതിന് മുൻപേ ആദ്യമേ നീ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി മാറിയോ? അത് നീ ചിന്തിച്ചിട്ടുണ്ടോ?
നമ്മുടെ കുടുംബങ്ങൾ. എന്തിനാ നമ്മൾ ഈ പല സ്ത്രീകൾ എന്നെ വിളിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാം അവരുടെ മക്കളുടെ ജീവിതത്തിൽ ആത്മീക ഗോളത്തിൽ വളരാൻ വേണ്ടിയാണ് വിളിക്കാറുള്ളത്. ആത്മീക ഗോളത്തിൽ അയ്യോ വഴി തെറ്റിപ്പോകുന്നുണ്ടോ, സത്യദൈവത്തെ അങ്ങനെ പഠിപ്പിച്ച പിള്ളേരാണ്. ഞാൻ പറയും അയ്യോ കൊച്ചിലെ എത്രയോ വചനം നമ്മൾ ബാലനെ പോകേണ്ട വഴി പഠിപ്പിക്കുക, അവരൊരിക്കലും വൃദ്ധനായാലും മാറിപ്പോകത്തില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ട്, അങ്ങനെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടും ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ട് മക്കൾ തിരിച്ചു പോകുന്നുണ്ട്. നമുക്ക് പറയാം ഇല്ല, എൻ്റെ ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരും. മുടിയനായ പുത്രന് ദൈവം വിവേകം ഇട്ടെടുത്ത് തിരിച്ചറിവിൻ്റെ ആത്മാവ് കൊടുത്ത പോലെ അതാ തിരിച്ചു വരുന്നെന്ന് പറയണം. സുവാർത്താദൂതൻ്റെ കാല് കണ്ട, ദൈവം വാഴുന്നു എന്ന് പറയുക, എൻ്റെ ദൈവം ജീവനുണ്ട്. പിന്നെ പറയും നിൻ്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ, അവർ ശബ്ദം ഉയർത്തി ഒരുപോലെ ഉല്ലസിച്ച് ഘോഷിക്കുന്നു. യഹോവ സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും. എന്നിട്ട് പിന്നെ പറയുന്ന മുഴുവനും അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ സുവാർത്ത ദൂതുമായിട്ട് ഈ ഞാൻ വചനം പറഞ്ഞ് ചെല്ലുന്ന ഓരോ കുടുംബങ്ങളിലേക്കും നമ്മളും മറ്റുള്ളവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സുവാർത്ത ദൂത് കൊടുക്കുക. ഏത് സാഹചര്യമാണേലും, തലമുറകളുടെ മുമ്പിലുള്ള ശാപമാണേലും യേശുവിനെ അടിക്കാൻ വയ്യാത്ത, അപ്പച്ചൻ്റെ വചനം കൊണ്ട് മാറ്റാൻ വയ്യാത്ത ഒരു ശാപവുമില്ല. പലരും എന്നെ വിളിച്ചേച്ച് പറയും അയ്യോ തലമുറയുടെ ശാപം അങ്ങ് നിൽക്കുകയെന്ന്. അത് നമ്മൾ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം അങ്ങനെ നിൽക്കുക. അത് അഴിക്കാനാണ് അപ്പച്ചൻ ക്രൂശേ കയറിയെന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. ഏത് എന്നോട് പലരും പറഞ്ഞു എന്നാ ഏത് ശാപമാണ്, ആരെയാണ് നമ്മൾ വിളിക്കുന്നത്? നമ്മുടെ ദൈവത്തിന് ഇത് മുമ്പ് വലിയ കാര്യമാണ്. ആഭിചാരം ഇസ്രായേലിന് പറ്റത്തില്ല, ലക്ഷണവിധി യാക്കോബിന് ഫലിക്കത്തില്ല എന്നൊക്കെ വചനം എഴുതി വെച്ചേച്ച് നമ്മളെ എങ്ങനെ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വിവേകം വരും. അപ്പം വചനം കൊണ്ട് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു യെരുശലേമിൻ്റെ ശൂന്യപ്രദേശങ്ങളെ പൊട്ടി ആർത്തുകൊള്ളുവീൻ, യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ച് യെരുശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. വിട്ടുപോരുവീൻ, അവിടെ നിന്ന് വിട്ടുപോരുവീൻ. അശുദ്ധമായതൊന്നും തുടരുത്, അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കും. യഹോവ നിങ്ങൾക്ക് മുൻപായി നടക്കും, ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങൾക്ക് പിമ്പടയായിരിക്കും. എന്തൊരു മനോഹരമല്ലേ! കർത്താവിൻ്റെ പരിശുദ്ധാത്മാ നമ്മളോട് പറയുന്നു നമുക്ക് മുൻപായിട്ട് അവൻ മുൻപടയും പിൻപടയുമായിട്ട് അവൻ നമുക്ക് നടക്കുന്നുണ്ടോ? പറഞ്ഞു നോക്ക്. ഈ മറ്റുള്ള ആവശ്യമില്ലാത്ത പ്രോഗ്രാംസ് കാണുകയോ നമ്മൾ ടി വിയുടെ മുമ്പിലിരുന്നേക്കും. നിങ്ങൾക്ക് കിട്ടുന്ന സമയം നമ്മുടെ മക്കളെല്ലാം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മറ്റുള്ളവരെ കൂട്ടുകാരുടെ കാണും, സഹോദരന്മാരുടെ കാണും, പ്രാർത്ഥനാ കൂട്ടത്തിൽ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. സുവാർത്ത ഇടയ്ക്കൊന്ന് വിളിച്ച് ചോദിക്കുക എങ്ങനെയുണ്ട് നിൻ്റെ മകൻ, ഒരു മെസ്സേജ് അയച്ചു കൊടുക്കുക. എന്നിട്ട് ലെറ്റസ് എൻകറേജ് ഈച്ച് അതർ. നമ്മൾ നന്മ സുവിശേഷിക്കുന്ന കാലുകൾ എത്ര മനോഹരം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നന്മ സുവിശേഷിക്കുന്ന കാലുകളെന്നാണ് പറയുന്നത്. കാലുകളുടെ അർത്ഥം എന്താ വെച്ചാൽ എവിടുന്ന് ഒരു സ്ഥലത്തോട്ട് പോകണ്ടേ, ഒന്നുകിൽ നമ്മൾ ആ ടെലിഫോൺ എടുത്ത് മൊബൈലെടുത്ത് ഒരു മെസ്സേജ് അയക്കുകയായിരിക്കും. ഒന്ന് എങ്ങനെയുണ്ട്, അതല്ലെങ്കിൽ ഒരു വചനം എടുത്ത് വായിച്ചിട്ട് ഇത് അവരുടെ മേലേക്ക് ഞങ്ങൾ അയക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യവചനം ചെന്ന് കൊള്ളും. സുവാർത്ത ദൂത് അവിടെ ചെന്ന് കൊള്ളും. എന്തെങ്കിലും ദുഷ്ടശക്തികൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഭർത്താക്കന്മാർക്ക്, മക്കൾക്ക് നമുക്ക് എതിരായിട്ട് ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ തീയുടെ വചനമാകുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു ചെല്ലുമ്പോൾ അവൻ വഴിമാറാതിരിക്കുമോ അപ്പച്ച? എൻ്റെ ദൂത് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ കൂടെ ശക്തിയുണ്ട്. കർത്താവ് പറയുന്നത് അങ്ങനെയാണ്, ഞാനൊരു വചനം അയച്ചാൽ അത് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. കർത്താവ് മഞ്ഞും മഴയും ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവിടെ കിടക്കുന്ന വിത്തുകൾ കിളുത്ത് നല്ല ചെടിയായി വൃക്ഷമായി മാറുന്നത് പോലെ തന്നെ നിൻ്റെ വചനം അയച്ചാൽ അത് ചെന്ന് വീഴുന്നിടത്തെ പ്രവർത്തിച്ചിട്ടല്ലാതെ. അതുതന്നെയല്ല, വചനം എന്ന് പറയുന്നത് ജീവനും ചൈതന്യമുള്ള ഇരുവാഴ്ത്തലയുള്ള വാളാണ് കർത്താവെ. അത് സന്ധ്യമജ്ജകളെയും നിലവുകളെയും പ്രാണനെയും ആത്മാവിനെയും വിവേചിച്ചറിഞ്ഞ് ചെന്ന് കൊണ്ട് പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു വരികയില്ല. നാഥാ, നിൻ്റെ സത്യവചനം കണ്ടുപിടിച്ച് നല്ലവനായ ദൈവത്തിൻ്റെ വചനം പറയുന്ന സുവാർത്ത ദൂത് വഹിക്കുന്ന കാലുകളാക്കി ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ വചനം കേൾക്കുന്ന അനേക മക്കളുടെയും കുടുംബങ്ങളെ മാറ്റിയെടുക്കുന്നതിന് സ്തോത്രം. ദൂതയച്ചാട്ടെ മക്കളുടെ മേലേക്ക്, ഭർത്താക്കന്മാരുടെ മക്കളുടെ മേൽ, മരുമക്കളുടെ മേൽ, കൊച്ചുമക്കളുടെ മേൽ ഈ ദൂത് നല്ല സുനാമി പോലെ വെള്ളം ഒഴുകുന്ന പോലെ ചെന്ന് വീഴട്ടെ അപ്പച്ച. ആ വെള്ളത്തിനകത്ത് അവർ ശുദ്ധീകരിച്ച് പുതിയ ജീവികളായി മാറുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് അപ്പച്ചൻ എഴുന്നള്ളി വന്നിരിക്കുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.